ഹലോ ഫ്രണ്ട്സ്, പവർപോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർപോയിന്റിൽ സ്മാർട്ട് ആർട്ടുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിചയപ്പെടാം. സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. ഇതിനെ ഇതേപോലെ പ്ലെയിൻ ആയി കാണിക്കുന്നതിന് പകരം കുറച്ച് വ്യത്യസ്തമായി സ്മാർട്ട് ആർട്ടുകൾ ഉപയോഗിച്ച് മനോഹരമാക്കാം. ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ സൈസ് ഒന്ന് ചെറുതാക്കുകയാണ്. നമുക്ക് സ്മാർട്ട് ആർട്ടുകൾ ആഡ് ചെയ്യാനായി ആദ്യം തന്നെ ഇൻസേർട്ട് ടാബിൽ നിന്നും ഇവിടെ സ്മാർട്ട് ആർട്ട് സെലക്ട് ചെയ്യുക. വിവിധ തരം സ്മാർട്ട് ആർട്ടുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏതാണോ കൂടുതൽ അനുയോജ്യമായത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ലിസ്റ്റ് ഫോമിലുള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അതല്ല ഒരു പ്രോസസ് ആണ് കാണിക്കേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഒരു സൈക്ലിക് ഡാറ്റ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ സൈക്കിൾ എന്ന കാറ്റഗറിയിൽ നിന്നും ഹെക്സഗണൽ റേഡിയൽ എന്നുള്ള മോഡൽ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മാർട്ട് ആർട്ട് നമ്മുടെ സ്ക്രീനിൽ കാണാം. ഈ സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ആദ്യം കാണുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ഹെഡിങ് നൽകാം. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒന്നൊന്നായി എൻ്റർ ചെയ്ത് നൽകാം. സോ നമ്മുടെ എല്ലാ ഡാറ്റയും ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്മാർട്ട് ആർട്ടിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ഈ സ്മാർട്ട് ആർട്ട് ഡിസൈൻ എന്നുള്ള ടാബിൽ നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്റ്റൈൽ ഏതാണെന്ന് ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടുന്ന ഈ ഒരു സീൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനായി ഇവിടെ ചേഞ്ച് കളേഴ്സ് എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ കാണാവുന്നതാണ്. അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ 6 ഷേപ്പുകളുള്ള ഒരു സ്മാർട്ട് ആർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഇതിലും കൂടുതൽ ഷേപ്പുകൾ ആവശ്യമായി വരുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കൂടുതൽ ഷേപ്പുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ആർട്ടിൽ മാക്സിമം 6 എണ്ണം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹെക്സഗൺ ആണ്. അതിൻ്റെ 6 സൈഡിലും ഓരോ ഷേപ്പുകൾ ഓൾറെഡി ഉണ്ട്. പുതിയ ഷേപ്പുകൾ ആഡ് ചെയ്യുന്നത് മറ്റൊരു സ്മാർട്ട് ആർട്ട് വെച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വേറെ ഒരു സ്മാർട്ട് ആർട്ട് തൽക്കാലം സെലക്ട് ചെയ്യുകയാണ്. നമുക്കിതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 5 ഷേപ്പുകളാണ് ഉള്ളത്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ 6 7 ഷേപ്പുകൾ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്കിവിടെ ഈ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം സ്മാർട്ട് ആർട്ട് ഡിസൈൻ എന്ന ടാബിൽ നിന്നും ഇവിടെ ആഡ് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് അതിന് മുൻപാണോ ശേഷമാണോ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഷേപ്പുകൾ ആഡ് ചെയ്യാം. തൽക്കാലം ആഡ് ഷേപ്പ് ആഫ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഷേപ്പുകൾ കൂടി ഇവിടെ ആഡായി. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്മാർട്ട് ആർട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഷേപ്പുകൾ
സെലക്ട് ചെയ്ത് ഇതിൽ നിന്ന് ഡിലീറ്റും ചെയ്യാം. അതിനായി നമുക്ക് ആവശ്യമില്ലാത്ത ഷേപ്പ് സെലക്ട് ചെയ്ത് കീബോർഡിൽ നിന്നും ഡിലീറ്റ് കീ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ ഷേപ്പ് ഇതിൽ നിന്നും റിമൂവ് ആയി. ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഡിസൈനും ഇതിൽ ആഡ് ചെയ്യുകയും നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ച് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ്. സോ അത്രയുമായിരുന്നു പവർ പോയിന്റിൽ സ്മാർട്ട് ആർട്ടുകളെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.